തീർച്ചയായിട്ടും യോഗ ഏറ്റവും നല്ല ഒരു രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അലർജിക്ക് ആസ്മയിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കഫം അധികം കൂടുന്ന നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ. കാരണം യോഗയിലും നമുക്ക് ആഹാരത്തിന് വളരെയധികം പങ്കുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ആഹാരത്തിൻ്റെ തരംതിരിവുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കഫമുണ്ടാക്കുന്ന കഫജന്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ വർജിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, യോഗയിൽ തന്നെ ഈ അലർജി മാറ്റാനായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും ക്രിയാസ്, വമനക്രിയ മുതൽ മൂക്ക് കഴുകുന്ന നമ്മുടെ നേതി, ജലനേതി, സൂത്രനേതി, ഈ കാര്യങ്ങൾ, പ്രാണായാമ, അത് പോരാഞ്ഞിട്ട് നമുക്ക് വെൻറ്റിലേഷൻ കൂട്ടുന്ന, അതായത് നമ്മുടെ നമ്മുടെ ലങ്സിൻ്റെ പ്രവർത്തനത്തിനെ ഒന്ന് കൂട്ടുന്ന രീതിയിലുള്ള യോഗാസനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ളൊരു യോഗ തെറാപ്പി അറിയുന്ന ഒരു ഡോക്ടർ, യോഗ തെറാപ്പി അറിയുന്ന ഒരു നാച്ചുറോപ്പതി യോഗ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇത് നിങ്ങൾ അവരെ കാണുക, ഒന്ന് കൺസൾട്ട് ചെയ്യുക. അത് ചെയ്ത ശേഷം അവർ കറക്റ്റായിട്ടൊരു യോഗ പ്രിസ്ക്രിപ്ഷൻ തരും. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പഠിപ്പിച്ചു തരും. അത് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ നോർമലായിട്ടുള്ള ക്ലാസിക്കൽ യോഗയിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളായിട്ടായിരിക്കും ഈ യോഗ തെറാപ്പി മുന്നോട്ട് വരിക. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെ അത് തന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ അലർജി ആസ്മയെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും.